ജെറ്റോറിൻ്റെ ഡാഷിങ്ങിൻ്റെ ഫീച്ചേഴ്സ് എക്സ്പ്ലെയിൻ ചെയ്യുന്നൊരു വീഡിയോ ആണിത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ്. സോ എന്തുകൊണ്ടാണ് വണ്ടി ഇഷ്ടപ്പെട്ടതെന്നുള്ള കാരണങ്ങളാണ് ഞാൻ പറയുന്നത്. പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ലംബോർഗിനിയുടെ ഉറൂസൊക്കെ പോലെ തോന്നും ഡാഷിംഗ് എന്ന് പറയുന്ന മോഡൽ. എനിക്ക് ഇഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ ഓരോന്നോരോന്നായി ഞാൻ പറഞ്ഞു തരാം. ഹെഡ്ലൈറ്റിലേക്ക് വരുമ്പം ഇൻ്റലിജൻറ്റ് ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. എല്ലാം LED ആണ്. ഹെഡ്ലൈറ്റ്, DRL, ടേൺ ഇൻഡിക്കേറ്റർ എല്ലാം LED ആണ്. ഹെഡ്ലൈറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റബിൾ ആണ്. അതുകൂടാതെ ഓട്ടോ ഹെഡ്ലൈറ്റ് ആണ്. പിന്നെ അഡാപ്റ്റീവ് ഹൈ ബീം ടെക്നോളജിയോട് കൂടിയ ഹെഡ്ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇനി ഡോർ ഹാൻഡിലേക്ക് വരാം. ഹിഡൻ ആയിട്ടുള്ള ഒരു ഫ്ലഷ്ഡ് കീ ഹാൻഡിലാണ് കൊടുത്തിരിക്കുന്നത്. ഇൻ്റഗ്രേറ്റഡ് ടു ബോഡി, അതിന് സെൻസറും കൊടുത്തിട്ടുണ്ട്. കീലെസ് എൻട്രി ആണ്. സ്റ്റിയറിംഗിലേക്ക് വരുമ്പോൾ 2 സ്പോക്ക് സ്റ്റിയറിംഗ്, ഒരു വ്യത്യസ്തമായ ഒരു ഡിസൈനാണ് കൊടുത്തിരിക്കുന്നത്. റൗണ്ട് അല്ല, ഒരു ഓൾമോസ്റ്റ് ഒരു സ്ക്വയർ കൈൻഡ് സ്റ്റിയറിംഗാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ 4-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള സ്റ്റിയറിംഗ് ആണ്, ഇലക്ട്രോണിക് അഡ്ജസ്റ്റബിൾ. സ്റ്റിയറിംഗിലെ ബട്ടൺസ് ഒക്കെ ഒരു ടോഗിൾ കൈൻഡ് സ്വിച്ചസാണ് കൊടുത്തിരിക്കുന്നത്. ഇൻറ്റീരിയറിലേക്ക് വരുമ്പം ലെതർ ഇൻറ്റീരിയർ ആണ് കൊടുത്തിരിക്കുന്നത്. സോഫ്റ്റ് ടച്ച് മെറ്റീരിയൽ അല്ല അവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. ഡുവൽ ടൂൺ ഇൻറ്റീരിയർ ആണ്. പിന്നെ വാം കളറോട് കൂടി ഒരു ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്. LED ലേസർ വെൽക്കം ലൈറ്റ് ഉണ്ട്. അതുകൂടാതെ മ്യൂസിക് ഗ്രീഡ് സിസ്റ്റം ഉണ്ട്. പിന്നെ ഡോർ സില്ലിൽ 4 ഡോറിൻ്റെ സില്ലിൻ്റെ അടുത്ത് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ജിറ്റോറിന് എഴുതിയൊരു ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അടുത്ത ഒരു എടുത്തു പറയേണ്ട ഇതിൻ്റെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ ഇൻഫർടൈൻമെൻറ്റിലേക്ക് വരുമ്പോൾ 15.6 ഇഞ്ച് ടച്ച് സ്ക്രീനാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആൻഡ്രോയിഡ് ആൻഡ് കാർപ്ലേ ഉണ്ട്. അതുകൂടാതെ ഇംഗ്ലീഷ്, അറബിക്, സ്പാനിഷ്, റഷ്യൻ വോയിസ് കൺട്രോൾ ഉണ്ട്. പിന്നെ നാവിഗേഷനും ബ്ലൂടൂത്തും എല്ലാം ഉള്ള ഫീച്ചേഴ്സോട് കൂടിയ ഒരു ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. വയർലെസ് ചാർജർ ഉണ്ട്. 14 വോൾട്ട് റാപ്പിഡ് വയർലെസ് ആയിട്ടുള്ള ചാർജിങ് പോയിൻ്റ് ഉണ്ട്, അതായത് പെട്ടെന്ന് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതുകൂടാതെ 5 ചാർജിങ് പോയിൻറ്റ്സ് ആണ് കൊടുത്തിരിക്കുന്നത്. USB A, C ഒക്കെ ആയിട്ട്, ഫ്രണ്ടിലും റിയറിലും ഒക്കെ ആയിട്ട് 5 ചാർജിങ് പോയിൻറ്റ്സും കൊടുത്തിട്ടുണ്ട്. പിന്നെ സോണീൻ്റെ സൗണ്ട് സിസ്റ്റമാണ് യൂസ് ചെയ്തിരിക്കുന്നത്. 8 സ്പീക്കർ ഉണ്ട്. സറൗണ്ട് സിസ്റ്റത്തോടു കൂടിയ ഹൈ-ഫൈ സ്പീക്കേഴ്സാണ് യൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ സീറ്റിൽ സ്പോർട്ടി ലെതർ സീറ്റ് വിത്ത് മെമ്മറിയാണ്. ഹീറ്റഡ് ആൻഡ് വെന്റിലേറ്റഡ് ആയിട്ടുള്ള സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. പൈലറ്റിൻ്റെ ആയാലും കോ പൈലറ്റിൻ്റെ ആയാലും ഇലക്ട്രോണിക്കലി കൺട്രോൾ ചെയ്യാൻ പറ്റും. അതും 6-way അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ള ലംബാർഡ് സപ്പോർട്ട് അല്ലെങ്കിൽ ഇലക്ട്രിക് വേസ്റ്റ് സപ്പോർട്ട് എന്ന് പറയുന്ന സപ്പോർട്ടോട് കൂടിയ സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. AC-യിലേക്ക് വരുമ്പോൾ ഡുവൽ സോൺ AC-യാണ് കൊടുത്തിരിക്കുന്നത്. റിയറിലും AC വെൻ്റ് ഉണ്ട്. എയർ പ്യൂരിഫിക്കേഷൻ സിസ്റ്റം ഉണ്ട്. അതുകൂടാതെ CN95ൻ്റെ എയർ ഫിൽറ്റർ എലമെൻ്റ് ഉണ്ട്. വിത്ത് ആനിയോൺ ജനറേറ്റർ ഉണ്ട്. കാർബൺ മോണോക്സൈഡ് മോണിറ്ററിംഗ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ AC-യിൽ പെർഫ്യൂം ഒക്കെ ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇനി റിയർ പാസഞ്ചർ സീറ്റിലേക്ക് വരുമ്പോൾ അത് ഡുവൽ ടൂൺ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അതിൽ ആംറസ്റ്റ് ഉണ്ട്. ആംറസ്റ്റിൻ്റെ നടുക്ക് ഒരു പോക്കറ്റ് പോലെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. പിന്നെ 3 പേർക്ക് ഹെഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട്. 2 ഫ്രണ്ട് സീറ്റും ഒരു സ്പോർട്ടി കൈൻഡ് സീറ്റാണ്. അതിൻ്റെ ഒരു ബ്യൂട്ടി ബാക്കിൽ നിന്നാണ് ആസ്വദിക്കാൻ പറ്റുന്നത്. നല്ലൊരു സ്റ്റീൽ ബീഡിങ്ങോടുകൂടിയ ഫിനിഷിംഗ് ഒക്കെ ആയിട്ട് അടിപൊളി ഒരു സീറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ റിയർ പാസഞ്ചർ ഡോറും ഒക്കെ ഒരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലോടുകൂടിയും ഡുവൽ ടൂൺ ആയിട്ടാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. എല്ലാം ഒരു പ്രീമിയം ഫിനിഷിംഗ് തന്നെ. പനോരമിക് സൺറൂഫാണ് കൊടുത്തിരിക്കുന്നത്. ചൈനീസ് കാറിൻ്റെ ഏറ്റവും വലിയൊരു മേന്മകളിൽ ഒന്നാണ് ഇൻറ്റീരിയർ. സോ അത് എല്ലാം കൊണ്ടും കാത്തു സൂക്ഷിച്ചിട്ടുണ്ട് ജെറ്റോർ. വെറുതെ അല്ല ഇത് ഇത്രയും മാത്രം UAE വിറ്റ് പോകുന്നത്. 2 ഡോറിലും വിൻഡോ ഓപ്പൺ ചെയ്യാനുള്ള ബട്ടൺസ് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കപ്പ് ഹോൾഡേഴ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. എല്ലാം ഒരു ഫിറ്റ് ആൻഡ് ഫിനിഷ് ആയിട്ട് തന്നെയാണ് ഉള്ളത്. പ്രീമിയം ക്വാളിറ്റി തന്നെ എല്ലാവരും നിലനിർത്തിയിട്ടുണ്ട്. ചൈൽഡ് സീറ്റ് ഫിക്സ് ചെയ്യാൻ വേണ്ടി ISO ഫിക്സ് കൊടുത്തിട്ടുണ്ട്. ഇനി ടയറിലേക്ക് വരുമ്പോൾ മൾട്ടി സ്പോക്ക് ഡുവൽ ടോണോട് കൂടിയ 20 ഇഞ്ച് അലോയ് വീലാണ് കൊടുത്തിരിക്കുന്നത്. 4 ഡിസ്ക് ബ്രേക്കാണ്. ബാക്കിലത്തെ സോളിഡും ഫ്രണ്ടിലത്തെ വെന്റിലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ക് ബ്രേക്കാണ് കൊടുത്തിരിക്കുന്നത്. റിയറിലും വൈപ്പർ ഉണ്ട്. അതുകൂടാതെ വാട്ടർ ഫ്ലഷ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. അടുത്തത് നമുക്ക് ഇതിന്റെ സേഫ്റ്റി ഫീച്ചേഴ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതാണ് ഒരുപാട് പറയാനുള്ളത്. ആന്റി ലോക്കിംഗ് ബ്രേക്ക് സിസ്റ്റം ഉണ്ട്. ABS, EBD ഉണ്ട്, ഇലക്ട്രോണിക് ലോക്കിംഗ് ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. EBA ഇലക്ട്രിക്കൽ ബ്രേക്ക് ഫോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഉണ്ട്. പിന്നെ ട്രാക്ഷൻ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെ HHC അപ്പ് ഹിൽ സ്റ്റാർട്ട് സിസ്റ്റം ഉണ്ട്. HDC സ്ലീപ്പ് സ്ലോപ്പ് ജെന്റിൽ ഡിസെന്റ് സിസ്റ്റം. RMI ആന്റി റോൾ ഓവർ കൺട്രോൾ സിസ്റ്റം ഉണ്ട്. പിന്നെ DBF ഡൈനാമിക് പാർക്കിംഗ് സിസ്റ്റം ഉണ്ട്. 360 ഡിഗ്രി ക്യാമറ കൊടുത്തിട്ടുണ്ട്. ബാഗിലേക്ക് വരുമ്പോൾ ഡ്രൈവറും കോ ഡ്രൈവർക്കും ഫ്രണ്ട് എയർ ബാഗ് ഉണ്ട്. അതുകൂടാതെ കർട്ടൻ എയർ ബാഗ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് പാർക്കിംഗ് റഡാർ ഉണ്ട്. റിയർ പാർക്കിംഗ് റഡാർ ഉണ്ട്. ഫോർവേഡ് കൊളീഷൻ വാർണിംഗ്, അതേപോലെ റിയർ കൊളീഷൻ വാർണിംഗ് ഉണ്ട്. അഡാപ്റ്റീവ് ക്രൂയിസ് കൺട്രോൾ കൊടുത്തിട്ടുണ്ട്. EMMO ഓട്ടോമാറ്റിക് ലോക്ക് ബൈ സ്പീഡ് ആ ഒരു ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. കൊളീഷൻ സെൻസർ, ഓട്ടോമാറ്റിക് ലോക്ക് ഉണ്ട്. ICA ട്രാഫിക് ജാം അലേർട്ട് ഉണ്ട്. ഇന്റലിജന്റ് ഹൈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഡിപ്പാർച്ചർ വാർണിംഗ്, അതേപോലെ ഫോർവേഡ് കൊളീഷൻ വാർണിംഗ് ഞാൻ പറഞ്ഞു. അഡ്വാൻസ്ഡ് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം ഉണ്ട്. ലാറ്ററൽ കൊളീഷൻ വാർണിംഗ് ഉണ്ട്. BSD, DOW, LCW ബാക്ക്വേർഡ് കൊളീഷൻ വാർണിംഗ്, ട്രാഫിക് സ്പീഡ് ലൈറ്റ്, സൈഡ് റെക്കഗ്നൈസേഷൻ. ഡ്രൈവറെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മാറ്റം വരുത്തിയിട്ടുണ്ട്. സാധാരണ കാണുന്ന വണ്ടികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട്, അതായത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ പോലും ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലാണ് ചൈനീസ് കാർ ഇപ്പോൾ മാനുഫാക്ചർ ചെയ്തിരിക്കുന്നത്. അതിൽ ഏറ്റവും വലിയ തെളിവാണ് ആൻറ്റി ഗ്ലെയർ ആയിട്ടുള്ള റിയർ വ്യൂ മിററാണ് കൊടുത്തിരിക്കുന്നത്. അതേപോലെ 3D വ്യൂ ഓഫ് കാർ പൊസിഷനാണ് നമുക്ക് വണ്ടി എവിടെയെങ്കിലും പെട്ട് കഴിഞ്ഞാൽ കാണാൻ പറ്റുന്ന രീതിയിലാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. 360 ഡിഗ്രി പനോറമിക് വിഷ്വൽ പാർക്കിംഗ് അസിസ്റ്റ് എന്നാണ് അതിന് പറയുന്നത്. നമുക്ക് വണ്ടീൻ്റെ ഒരു വ്യൂ 3D ആയിട്ട് കാണാൻ പറ്റും.
പിന്നെ ഹസാർഡ് ലൈറ്റ് ആംറസ്റ്റ് തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വെച്ചിട്ട് നമുക്ക് ORVM അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ റിമോട്ടിൽ ട്രങ്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. പിന്നെ ഒരു എക്സ്ട്രാ ഒരു ഫീച്ചറായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിർപ്പിംഗ് സൗണ്ടോട് കൂടിയ ഒരു റിമോട്ടാണ്. അതായത് നമുക്ക് അൺലോക്ക് ചെയ്യുന്ന സമയത്തൊക്കെ ബേഡ്സിൻ്റെ സൗണ്ടാണ് വരിക. പിന്നെ TPMS ടയർ പ്രഷർ മോണിറ്ററിംഗ് സിസ്റ്റം ഉണ്ട്. കോൾ എന്ന് പറഞ്ഞൊരു ഫീച്ചർ ഉണ്ട്. സൈഡ് മിറർ മെമ്മറിയോട് കൂടിയ ഒരു മിററാണ് കൊടുത്തിരിക്കുന്നത്. അതിന് റിവേഴ്സ് അഡ്ജസ്റ്റബിൾ ആയിട്ടുള്ളതാണ്. ഓട്ടോമാറ്റിക്കലി ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റ് ചെയ്ത് തരുന്നതാണ് സൈഡ് മിറേഴ്സ്. ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററിലേക്ക് വരുമ്പോൾ ഡിജിറ്റൽ ഇൻസ്ട്രുമെൻറ്റ് ക്ലസ്റ്ററാണ് കൊടുത്തിരിക്കുന്നത്. പെയിൻറ്റിങ്ങിൽ കൂടാതെ ഫിറ്റ് ആൻഡ് ഫിനിഷിൽ ഒക്കെ പ്രീമിയം ക്വാളിറ്റി തന്നെ ഉണ്ട് എന്നുള്ളതാണ് അടുത്തൊരു റീസൺ. ഇത്രയും കാര്യങ്ങൾ കൂടാതെ ഡീഫ്രോസ്റ്ററും ഡീഫോഗറും കൂടിയ ഫ്രണ്ടും റിയർ വിൻഡോ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ് എടുത്തുപടത്തൊക്കെ ആയിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത് കൂടാതെ ഡ്രൈവർ ഡോറിൻ്റെ ലെഫ്റ്റിലായിട്ടൊരു ചെറിയൊരു ഡിസ്പ്ലേ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇൻഡിക്കേറ്റർ ഇടുന്ന സമയത്ത് ഇന്ത്യയിലെ അറ്റ്മോസ്ഫിയറിക് ലൈറ്റും അതിന് ഒരു ചെറിയൊരു സപ്പോർട്ടീവായിട്ടൊന്ന് ബ്ലിങ്ക് ചെയ്യും. അതുകൂടാതെ ആൻറ്റി റിഫ്ലക്റ്റീവ് മിററാണ് കൊടുത്തിരിക്കുന്നത്. റെയിൻ സെൻസിങ് വൈപ്പേഴ്സാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഡ്രൈവർക്ക് ട്രങ്ക് ഓപ്പൺ ചെയ്യാനുള്ള ഒരു ബട്ടൺ കൊടുത്തിട്ടുണ്ട്. എഞ്ചിനിലേക്ക് വരുമ്പോൾ 1.6 ലിറ്റർ GDI ടർബോ ചാർജ് എഞ്ചിനാണ് കൊടുത്തിരിക്കുന്നത്. ടോർക്ക് 290 ന്യൂട്ടൺ മീറ്റർ, 197 ഹോഴ്സ് പവർ ഓർ 145 കിലോ വാട്ടോടുകൂടി ഒരു എഞ്ചിന്, 7 സ്പീഡ് ഡുവൽ ക്ലച്ച് ട്രാൻസ്മിഷൻ, കൂടാതെ 4 ഡ്രൈവ് മോഡ്സും കൂടി കൊടുത്തിട്ടുണ്ട്: എക്കണോമി, കംഫോർട്ട്, സ്പോർട്ട്. ഇനി എടുത്തു പറയേണ്ട പോയിന്റ്, വണ്ടി 10 years ആണ് വാറണ്ടി ഓർ 1 million കിലോമീറ്റർ. എല്ലാം കൊണ്ടും ഫീച്ചേഴ്സിൻ്റെ സമ്പൽ സമൃദ്ധമാണ് ഈ ജിറ്റോറിൻ്റെ ഡാഷിംഗ് എന്ന് പറയുന്ന, ഡാഷിങ്ങിലെ ലക്ഷറി എന്ന് പറയുന്ന മോഡൽ. 1.6 ലിറ്റർ ലക്ഷറി മോഡലാണ് ഇത്. ഇതിൻ്റെ 1.5 ലിറ്റർ അവൈലബിൾ ആണ്. 100 to 110,000 dirhams ആണ് ഇതിൻ്റെ പ്രൈസ് റേഞ്ച്. കീലെസ് എൻട്രി ആണ്. അതുകൂടാതെ റുബിക്സ് ക്യൂബ് കീയാണ് കൊടുത്തിരിക്കുന്നത്. അത് വെച്ചൊരു റിമോട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. കൂടാതെ വിൻഡോ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനൊക്കെ ഉള്ള ഫംഗ്ഷനും കൂടിയ ഒരു അടിപൊളി ഒരു കീയാണ് കൊടുത്തിരിക്കുന്നത്. ഇത്രയൊക്കെയാണ് ജെറ്റ് പ്ലസ് ടൂർ എന്നുള്ളത് ഷോർട്ടാക്കിയുള്ള ജെറ്റോർ. 1,10,000 ദിറത്തിൽ താഴെ ഒരു SUV നോക്കുന്ന ആൾക്കാർക്ക് ബെസ്റ്റ് ഓപ്ഷനാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. പ്ലീസ് ലൈക്ക്, സബ്സ്ക്രൈബ്. താങ്ക് യു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.